ബന്ദിമോചനത്തിന് വെടിനിർത്തൽ കരാർ വേണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം തുടരുമ്പോഴും ഗസയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ സൈനിക നടപടി വേണമെന്ന് അടിയന്തര സുരക്ഷാ സമിതി യോഗത്തിൽ നെതന്യാഹു പറഞ്ഞു. അതിനിടെ 3 സൈനികരുടെ കൊലയെ തുടർന്ന് ജോർദാൻ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിൽ സുരക്ഷയും പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ നഗരങ്ങളിൽ തുടരുന്ന ശക്തമായ പ്രക്ഷോഭങ്ങൾക്കിടയിലും വെടിനിർത്തൽ കരാറിനോട് മുഖം തിരിക്കുന്ന നെതന്യാഹുവിൻ്റെ നടപടിയിൽ കടുത്ത പ്രതിഷേധമാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിന്നുണ്ടാകുന്നത്. സൈന്യത്തെ പൂർണ്ണമായും ഗസയിൽ നിന്ന് പിൻവലിക്കില്ലെന്ന തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് നെതന്യാഹു അമേരിക്കയെ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കരാർ നടപ്പാക്കാൻ ബൈഡൻ ഭരണകൂടം പുതിയ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതേസമയം ഗസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഉത്തര ഗസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സേന നടത്തിയ വ്യോമാക്രമണത്തിൽ 8 പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ഗസ സിവിൽ എമർജൻസി സർവീസ് ഡെപ്യൂട്ടി ഡയറക്ടറും 4 കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടതായും പറയുന്നുണ്ട്. ജോർദാൻ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിലുണ്ടായ വെടിവയ്പിൽ 3 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടതോടെ പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. ട്രക്കിലെത്തിയ ജോർദാൻ പൗരൻ മാഹിർ അൽ ജാസി അലൻബി പാലത്തിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് ജോർദാൻ അതിർത്തി ഇസ്രായേൽ അടയ്ക്കുകയും ചെയ്തു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിലുള്ള അറബ് മറുപടിയാണിതെന്ന് ഹമാസ് വ്യക്തമാക്കുന്നുണ്ട്. ഹൂതി കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ 3 ഡ്രോണുകളും 2 മിസൈൽ സംവിധാനങ്ങളും തകർത്തതായി അമേരിക്ക അവകാശപ്പെടുന്നു. US സൈന്യത്തിൻ്റെ ഡ്രോൺ വെടിവെച്ചിട്ടതായി കഴിഞ്ഞ ദിവസം ഹൂതികൾ അവകാശപ്പെട്ടിരുന്നു. ഹമാസ് മേധാവി ഇസ്രായേൽ ഹനിയയുടെ വധത്തിലുള്ള പ്രതികാരമായി പകലും രാത്രിയും നീണ്ടു നിൽക്കുന്ന കടുത്ത ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേലിന് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.